ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്നത്തെ വിഷയം നിങ്ങളുടെ ഭാവിക്കായിട്ട് സ്വയം ഒരു ഇൻഷുറൻസ് പ്ലാൻ നിർമ്മിക്കുക എന്നുള്ളതാണ്. സ്വയം ഇൻഷുറൻസ് പ്ലാൻ നിർമ്മിക്കുക വളരെ പ്രധാനമാണ്. എന്നാൽ എന്താണ് ഈ സ്വയം ഇൻഷുറൻസ് പ്ലാൻ നിർമ്മിക്കുക എന്നാൽ? സ്വയം ഇൻഷുറൻസ് പ്ലാൻ എന്നത് ഭാവിയിലുണ്ടാകുന്ന നിങ്ങൾക്ക് വരാൻ പോകുന്ന എന്തെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തരാവസ്ഥകൾ, എമർജൻസി സിറ്റുവേഷൻസ് മറികടക്കുന്നതിനായി നിക്ഷേപം നടത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം ഒരു ഇൻഷുറർ ആകാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു സ്വയം ഇൻഷുറൻസ് പ്ലാൻ നിർമ്മിക്കുന്നതിന് വേണ്ട നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ വിലയിരുത്തുക. നിങ്ങളുടെ ആവശ്യങ്ങൾ, അപകടങ്ങൾ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങൾ, എമർജൻസി മെഡിക്കൽ സിറ്റുവേഷൻ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ജോലി നഷ്ടം സംഭവിക്കാനുള്ള ഇടയുണ്ടാവാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിലെ പല സാഹചര്യങ്ങളും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും കടന്നു വരാം. അതിനെല്ലാം വേണ്ട ഒരു സേവിങ്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കവറേജ് തുക എത്ര വേണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുകയും വേണം. ഈ അപകടങ്ങളെ മറികടക്കാൻ നമുക്ക് എന്ത് തുക വേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്ത് വയ്ക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അതിനു വേണ്ട ആ ഒരു ലക്ഷ്യത്തിന് വേണ്ട തുകയാണ് നമ്മൾ സംഭരിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും നമ്മൾ സ്വരൂപിച്ച് വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ജീവിത ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഒരു 6 മാസം മുതൽ 12 മാസം വരെയുള്ള ചെലവുകൾക്ക് വേണ്ട തുക നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ സാമ്പത്തിക സംരക്ഷണം സ്ഥിരമായിട്ട് വളരാനായിട്ട് ലോ റിസ്ക് ആയിട്ടുള്ള പ്ലാനുകളിൽ നിക്ഷേപിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളിലെ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് വേണം നമ്മൾ പ്ലാൻ ഏത് സമയവും റിവ്യൂ ചെയ്യുകയും അതിന് വേണ്ട രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുകയും ചെയ്യേണ്ടത്. ഒരു നന്നായി ക്രമീകരിച്ച ഒരു സ്വയം ഇൻഷുറൻസ് പ്ലാൻ നമ്മൾക്ക് മനസ്സമാധാനം നൽകും. അതുപോലെ തന്നെ ഏതൊരു അനിശ്ചിത സാഹചര്യങ്ങളെയും മറികടക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് സ്വയം ഉണ്ടാക്കാനും സാധിക്കും. ഇങ്ങനെ എന്തെല്ലാം കരുതി വെച്ചാലാണ് നമുക്ക് സ്വയമായിട്ട് ഒരു ഇൻഷുറൻസ് പ്ലാൻ റെഡിയാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതനുസരിച്ച് നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിശ്ചിത പ്ലാനുകൾ സജസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളിവിടെയുണ്ട്. കൂടുതൽ ഗൈഡൻസിനും നല്ല പ്ലാനുകൾ തിരഞ്ഞെടുക്കാനും ഞങ്ങളുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.